ഉദ്ഘാടനം നിർവഹിച്ച മഹത്വ്യക്തി അദ്ദേഹം ഗ്രന്ഥകാരനാണ്, മാതൃഭൂമിയുടെ MD-യാണ്, രാഷ്ട്രീയ നേതാവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് മലയാളത്തിൻ്റെ മാർക്ക് ആന്റണി എന്നാണ്. കാരണം അത്ര വശ്യമായ ഹൃദ്യമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാനപ്പെട്ട MP, സ്റ്റേജിലുള്ളത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, സദസ്സിലുള്ള സുഹൃത്തുക്കൾ. നമുക്കറിയാം നാം എന്തിനാണെന്ന് ഇങ്ങോട്ട് വന്നത്. നമുക്ക് പരസ്പരം അറിയാം, കേട്ടറിയാം, പലരെയും കണ്ടറിയാം, ചിലരെ തൊട്ടറിയാം, അല്ലെങ്കിൽ അനുഭവിച്ചറിയാം. നാം എന്തൊരു വ്യക്തിയെ അനുഭവിച്ചറിയുകയാണ് തൊട്ടടുത്തിരുത്തി. ആ വ്യക്തിയെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു വെച്ച നമുക്കറിയാം എന്ന വാദ്യത്തോടെയാണ്. നമുക്കറിയാം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മറ്റൊന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് മറ്റു പലതും അറിയില്ല. എനിക്കറിയാം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്ന പല ഘട്ടങ്ങളുണ്ട്. എനിക്കറിയില്ല എന്ന കാര്യം പോലും എനിക്കറിയാം എന്നാണ് എൻ്റെ അർത്ഥം, ആയിരിക്കണം അതിൻ്റെ അർത്ഥം. ഒന്ന് രണ്ട് മുഹൂർത്തങ്ങളിലൂടെ സ്വന്തം അനുഭവങ്ങളിലൂടെ ഞാൻ ഡോക്ടർ രാജേഷിലേക്ക് പറയാം. ഫാറൂഖ് കോളേജിൽ പ്രീ-ഡിഗ്രി പഠനത്തിന് ശേഷം ചേർന്നപ്പോഴാണ് എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി. കൊല്ലം ജില്ലയിലെ വർക്കലയിലെ ഇടവ എന്ന പ്രദേശത്തുകാരൻ മജീദ്. നല്ല സുഹൃത്തുബന്ധമായിരുന്നു. ഒരിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലൂടെ നടന്നാൽ എത്താവുന്ന ചാലിയാറിൻ്റെ തീരത്തേക്ക് ഒരു വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹം ചോദിച്ചു, അബ്ദുള്ള, പുരുഷോത്തമൻ സാർ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഏത് പുരുഷോത്തമൻ സാർ? എനിക്കറിയില്ല. ഓ, എന്തുവായി പറയുന്നേ? പുരുഷോത്തമൻ സാറെ അറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ആരാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ നാട്ടുകാരനാണെന്നേ, ഈ കോളേജിൽ നിന്നാണ് പോയത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു സർവകലാശാലയിൽ അധ്യാപകനാണ്. പഠിക്കുമ്പോൾ മിടുക്കനായിരുന്നു, പഠിപ്പിക്കുമ്പോൾ കേമനാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് നമുക്ക് അടുത്ത പ്രദേശത്തുള്ള കുട്ടമ്പൂരിലെ ചാൽപ്പുഴയിൽ പുരുഷോത്തമൻ എന്ന വ്യക്തിയാണ്. നെന്മട്ടക്കാരനായ എനിക്ക് വളരെ കാലം മുമ്പ് ആദ്യമായി അമേരിക്കൻ സർവകലാശാലയിലേക്ക് പോയ പുരുഷോത്തമൻ സാറിനെ അറിയില്ല എന്നത് ആദ്യമായി അറിഞ്ഞത് അന്നാണ്. രണ്ടാമതൊന്നായി എൻ്റെ സേവനകാലത്തിനിടയിൽ ഒരു സ്ഥലം മാറ്റം റദ്ദ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയപ്പോഴാണ് എൻ്റെ അടുത്ത പ്രദേശത്തുകാരനും ഒരു കാലത്ത് എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന ഒരു സഹമന്ത്രിയെ സ്വാധീനിച്ചാണ്, കേന്ദ്ര സഹമന്ത്രിയെ സ്വാധീനിച്ചാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എളുപ്പം സാധിക്കാവുന്നതാണ്. കാരണം പ്രക്ഷേപണ വിഭാഗത്തിലെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വിഭാഗത്തിലെ സെക്രട്ടറി എനിക്ക് പരിചയമുള്ള ആളാണ്, നേരിട്ട് ചെന്ന് കണ്ടാൽ മതി എന്ന്. എൻ്റെ സുഹൃത്ത് ദാമോദരൻ അവിടെ NSD-യിൽ ന്യൂസ് ഡിവിഷനിൽ ജോലി ചെയ്യുന്ന ബേപ്പൂർക്കാരനായ ദാമോദരനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറി അന്വേഷിച്ച് ചെന്നപ്പോൾ ബോർഡിൽ കണ്ടു ഒരു മലയാളിയുടെ പേര്. വളരെ സന്തോഷമായി. ഞാൻ കടന്നു ചെന്നു എൻ്റെ അപേക്ഷ കൊടുത്തു. ഒക്കെ നോക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു,
ഇതൊരു പോളിസി മാറ്റമാണ്. ഇപ്പോൾ ഊട്ടിയിലേക്കാണ് മാറ്റിയതെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് മാറണമെന്ന്. അപ്പോൾ ഞാൻ എങ്ങോട്ട് മാറണം? കണ്ണൂരിലേക്ക് പോകണം. ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, വീട്ടിലാരുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരില്ലല്ലോ. കാരണം ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്നത് നേരെ തെക്കോട്ടാണ്. നാളെ മുതൽക്ക് നിങ്ങൾ വടക്കോട്ടാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ എങ്ങനെ ഈ കഥയൊക്കെ അറിയാമെന്ന്. പക്ഷെ ചോദിച്ചില്ല, ചോദിക്കാൻ പാടില്ല. വൈകുന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ദാമോദരൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് കാണാം, കാര്യങ്ങൾ നടക്കുമെങ്കിൽ നടക്കട്ടെ. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇല്ല, ഭാര്യയാണുള്ളത്. ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ ശരിയാവുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഇടയ്ക്ക് ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? ഞാനും ഭർത്താവും ഒക്കെ കോഴിക്കോട്ടാണ്. കോഴിക്കോട് എവിടെയാണെന്ന് ചോദിച്ചു. 8-2 എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ 8-2 കുറച്ച് മീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്ന റോഡിൽ അരികെ. സെക്രട്ടറിയുടെ പേര് PT ഗോപാലൻ. എന്നെ സ്ഥലം മാറ്റണമോ മാറ്റണ്ടയോ എന്ന് തീരുമാനിക്കുന്ന എന്നെ പോലെ അനേകം പേരെ എൻ്റെ സ്ഥാപനത്തിന് എങ്ങോട്ട് മാറ്റണമെന്ന് തീരുമാനിക്കാൻ അവകാശമുള്ള ഒരു മഹാൻ, ഒരു വലിയ വ്യക്തി എൻ്റെ തൊട്ടടുത്ത് അന്ന് 2 രൂപയോ 3 രൂപയാണ് മിനിമം ബസ് ചാർജ് കൊടുത്താൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എനിക്കറിയില്ല, അദ്ദേഹത്തെ അറിയില്ല എന്ന കാര്യം അറിയുന്നത് അപ്പോഴാണ്. മറ്റൊന്ന്, വളരെ കഴിഞ്ഞ ശേഷമാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിൻ്റെ പേര് തേടി പോകുമ്പോൾ നമ്മളത് നന്മണ്ടയിലെ വാര്യമഠത്തിൽ ശങ്കരവാര്യരുടെ അടുത്താണ്, അദ്ദേഹത്തിൻ്റെ തറവാട്ടിലാണ് എത്തിച്ചേരുക. പന്നിയമ്പള്ളി വാര്യമഠത്തിൽ ശങ്കരവാര്യർ, PS വാര്യർ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിനെ കുറിച്ച് നമുക്കറിയാതെ പോകുന്നു. നമ്മൾ പല നാടിനെ കുറിച്ചും പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ നാട്ടിലെ വ്യക്തികളെ നമുക്കറിയാതെ പോകുന്നു എന്ന് പറയാനാണ്. ഒരാളോട് നമ്മൾ ചോദിച്ചാൽ പറയും, ഞാൻ അമേരിക്കയിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി, ലണ്ടനിൽ പോയി, മലേഷ്യയിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ പോയി, ലോകം മുഴുവൻ കടന്ന് കണ്ടു, അല്ലെ യാത്രയിൽ പോയി, വിമാനത്തിൽ പോയി എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തോട് ചോദിക്കാൻ, നിങ്ങൾ ഒളയമൽ പോയോ? നന്മണ്ടയിൽ ഇല്ല. ഞങ്ങൾ വീരപ്പുറത്ത് പോയോ? ഇല്ല. കറ്റോട്ടിൽ പോയോ? ഇല്ല. ഈന്താട്ട് പോയോ? കാക്കൂരിനടുത്ത്? ഇല്ല. PC ഭാഗത്ത് പോയോ? ഇല്ല. നിങ്ങൾ എവിടെ പോയിട്ടെന്താ നന്മണ്ടെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് നന്മണ്ടക്കാരോട് നമ്മൾ പറയേണ്ടി വരും. ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ. അതുപോലെ ലോകത്തിൽ ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം. ഈ മഹാന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നന്മണ്ടയിൽ ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയെ ചൂണ്ടി ഇദ്ദേഹത്തിന് അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ, ഡോക്ടർ രാജേഷിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ച നമുക്കറിയാമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ. നമുക്കറിയില്ല എന്നതാണ് എൻ്റെ അർത്ഥം. നമുക്കറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ രാജേഷ് ഞങ്ങൾക്ക് അറിയാതെ പോകുന്നു എന്നാണ് ഈ കാര്യം. ഇത്രയുള്ള രാജേഷിനെ എനിക്ക് വളരെ മുമ്പേ അറിയാം. അദ്ദേഹത്തിന്റെ പ്രക്ഷേപണത്തിന് ഞാൻ ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏത് വിഷയം കൊടുത്താലും, ആകാശത്തിന് ചുവട്ടിൽ ഏത് വിഷയം കൊടുത്താലും 10 മിനിറ്റ് മതി അത് പ്രിപ്പയർ ചെയ്യാൻ, തയ്യാറെടുക്കാൻ. അത് അവതരിപ്പിക്കുന്ന രീതി കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കും. ആകാശവാണിയിലെ ഒരു സ്റ്റാഫ് അവതരിപ്പിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി ചാഞ്ഞും ചരിഞ്ഞും മൈക്കിനുള്ളിൽ നിന്ന് ആ അകലം കണക്കാക്കി തൻ്റെ ശബ്ദം മനസ്സിലാക്കി അത് റെക്കോർഡ് ചെയ്യാൻ സാക്ഷിയായി ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു, ഇപ്പോൾ പറയാം, സാഹിത്യ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഗ്നിസ്ഫുലിംഗം അദ്ദേഹത്തിൻ്റെ തലച്ചോറുണ്ട്. ഞാൻ അങ്ങനെ ഒരു തീപ്പൊരിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു നല്ല തീപ്പൊരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ജ്വലിക്കാൻ, ആളിക്കത്താൻ കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രം ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. എന്നേക്കാൾ അറിയാവുന്ന ഈ വ്യക്തിക്ക് ഇസ്ലാമിക ചരിത്രം അദ്ദേഹം എഴുതി. ചന്ദ്രികയുടെ വാക്കുകൾ തോന്നുന്നു കണ്ടശ ഒരുപാട് ലേഖനങ്ങൾ വെറുതെ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറയുന്നത് സമ്പന്നത്തിൽ. ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കാൾ ഒരു പക്ഷേ കുറച്ചേ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു.
ഇങ്ങനെ പ്രക്ഷേപണത്തിലായാലും ലേഖനത്തിലായാലും ഒരുപാട് നേരത്തെ അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, തൊട്ടറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തെ നന്മണ്ടയ്ക്ക് പുറത്ത് ഒരുപാട് പുറം ലോകം ഇങ്ങനെ ആദരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ഷണിച്ചിരുത്തി സൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരായിരിക്കരുത്. നമ്മൾ ക്ഷണിച്ചിരുത്തുമ്പോൾ, നമ്മൾ ആദരിക്കുമ്പോൾ പുറം ലോകം കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ നിമിഷത്തിൽ ധന്യമുഹൂർത്തത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.